ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുരുമുളകിൻ്റെയും മസാലയുടെയും കൂട്ടിൽ വെന്തു പാകമാകുന്ന ബീഫ് കറിയുടെ മണം മൂക്കിലൂടെ തുളച്ചു കയറും. പൊറോട്ടയ്ക്കും അപ്പത്തിനും പുട്ടിനും വരെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ബീഫ് കറി. ബീഫ് ഫ്രൈ ആയാലും റോസ്റ്റ് ആയാലും പാകമായി വരാൻ സമയമെടുക്കും. എന്നാൽ അധികം സമയം ചെലവഴിക്കാതെ രുചി ഒട്ടും ചോരാതെ വളരെ സിമ്പിളായി ബീഫ് കറി തയ്യാറാക്കാമെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഒരു പ്രഷർ കുക്കറിലേക്ക് 1/2 കിലോഗ്രാം അളവിലാണ് ബീഫ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ബീഫ് മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 2 പച്ചമുളക് അരിഞ്ഞത്, 1 ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ നാരങ്ങനീര്, പിന്നെ പാകത്തിന് ഉപ്പും ചേർക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ബീഫും മസാലയും നന്നായി ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും അതുപോലെ 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഞാനിവിടെ 3 വിസിൽ ഹൈ ഫ്ലെയിമിലും അതുപോലെ 3 വിസിൽ ലോ ഫ്ലെയിമിലും വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. ഇപ്പോൾ കുക്കറിനുള്ളിലെ എയറെല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനത്തെ ബീഫ് പാകമായി വന്നിട്ടുണ്ട്. അതുപോലെ ഇത് വെള്ളവുമുണ്ട്. ഇനി അടുത്തതായി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കടായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിലാണ് വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിലേക്ക് ചോപ്പ് ചെയ്തു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 15 ചെറിയുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചുവന്നുള്ളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ മസാലകളുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ പാകം ചെയ്തു വെച്ച ബീഫ് മുഴുവനായും ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പിന്നെ ഇതിലിപ്പോൾ കുറച്ച് ഗ്രേവി ഇഷ്ടമുള്ളവർക്ക് പാകത്തിന് തിളച്ച വെള്ളം ചേർത്ത് ഇളക്കി യോജിപ്പിച്ചാലും മതി. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ കറിവേപ്പിലയും അതുപോലെ മല്ലിച്ചപ്പും ചേർക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ സിമ്പിളായിട്ടുള്ള ബീഫ് കറി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.